ഇപ്പോൾ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസനം അതിലൂന്നി നിൽക്കുന്ന തീരുമാനങ്ങളാണ്, ആലോചനകളാണ് എന്ന അവസ്ഥയിലേക്ക് ഭരണ നേതൃത്വം എത്തിയിട്ടുണ്ട്. സമൂഹവും എത്തുമോ അതിലേക്ക്? ഞാൻ നേരത്തെ അതിന് പറഞ്ഞ ഒരു കാര്യം തന്നെയുണ്ട്. സമൂഹത്തെ ബോധ്യപ്പെടുത്തണം, അത് വളരെ പ്രധാനപ്പെട്ട. സമൂഹം കേരളത്തിലെ ഏതെങ്കിലും ഒരു അടിമനാട് പോലെ എന്തുകൊണ്ടെന്നാലും ഞങ്ങൾ അങ്ങ് സ്വീകരിച്ചോളാം എന്ന് പറയുന്നൊരു സമൂഹമല്ല. കാര്യകാരണങ്ങൾ സഹിതം, ഉദാഹരണ സഹിതം പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന കേരള സമൂഹത്തെ നമുക്ക്, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വളർന്ന ഒരു 40 വയസ്സിന് താഴെയുള്ള പ്രായത്തിലുള്ള സമൂഹത്തെ കാര്യങ്ങൾ അവർ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തും അല്ല, മലയാളിക്ക് നല്ല എക്സ്പോഷർ അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ. അതെ, പക്ഷേ എക്സ്പോഷർ ഉണ്ടെങ്കിലും ഒരു നിശ്ചിത ഏജിന് മുകളിലുള്ളവർക്ക് ചില ഈ എന്താണ് ഈ ശീലക്കേടുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ശീലങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് അവർ വിട്ടുപോരാൻ ഒരു നമ്മുടെ വിളിച്ച മുദ്രാവാക്യങ്ങളെ ഒരു ദിവസം തിരിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. എന്നാൽ മറ്റൊരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ലാത്തത് കൊണ്ട് പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ കൺവിൻസ് ചെയ്താൽ. അല്ല, അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആക്ഷേപം അരാഷ്ട്രീയ സമൂഹമായി നമ്മൾ മാറും എന്നാണ്. അല്ല, ഈ അരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എനിക്ക് യോജിച്ച ഒരു പ്രത്യയശാസ്ത്രം അവിടെയും ഇവിടെയും ഇല്ലെങ്കിൽ ഞാൻ ഇതിലെ ഏതെങ്കിലും ഒന്നങ്ങ് എടുത്തേ പറ്റൂ എന്നുള്ളതിനാണോ അരാഷ്ട്രീയം എന്ന് പറയുന്നത്? അല്ലല്ലോ. എനിക്ക് അതും പറ്റില്ല ഇതും പറ്റില്ലെങ്കിൽ, എനിക്ക് ബിരിയാണിയും ഇഷ്ടമല്ല ഫ്രൈഡ് റൈസും ഇഷ്ടമല്ല, അല്ല നീ ഇതിലേതെങ്കിലും ഒന്ന് തിന്നേ പറ്റൂ എന്ന് പറയാൻ പറ്റുമോ ഒരാൾക്ക്? അതാണ് കാര്യം. അപ്പോൾ ഇത് രണ്ടും എനിക്ക് സ്യൂട്ടബിൾ അല്ല, ഞാൻ പരീക്ഷിച്ച് നോക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് ഞാൻ നോക്കി, ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത്. മനുഷ്യൻ അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു കാലത്താണ് ജീവിക്കുന്നത്. ആമസോണിൽ കയറി നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, സൂപ്പർ മാർക്കറ്റിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രാജ്യത്ത് പോയി ജീവിക്കാം എന്നിരിക്കെ എനിക്കിഷ്ടമുള്ള പൊളിറ്റിക്സ് നിങ്ങൾ തരാൻ ബാധ്യസ്ഥരാണ്. ഇത് വേണം എടുത്തോ ഇത് വേണം എടുത്തോ എന്ന് പറഞ്ഞാൽ റേഷൻ്റെ കാലം കഴിഞ്ഞു പൊളിറ്റിക്സിൽ. ശരി.